ഇന്ന് ഞാൻ നല്ല പണിയിലാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്നെ കാണാനായിട്ട് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവൾ വരുന്നതിൻ്റെ സ്പെഷ്യലായിട്ട് അമ്മ ഇന്ന് ബിരിയാണിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സഹായിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സവോളയും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ എൻ്റെ പണിയിലായതുകൊണ്ട് ആണ് എൻ്റെ മുഖം ഇങ്ങനെ ഗുമ്മെന്ന് പറഞ്ഞിട്ട് ഇരിക്കണത്. അങ്ങനെ അത്യാവശ്യം അതൊക്കെ നന്നാക്കി കഴിയാറായപ്പോഴത്തേക്കും അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദേ എത്താറായിട്ടുണ്ട്, റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദേ അച്ഛൻ ദേ നല്ല പണിയിലാണ്. ഇന്ന് നമുക്ക് എണ്ണ കാച്ചുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് അച്ഛൻ. അങ്ങനെ ഞാൻ ദേ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ദേ ഓട്ടോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ആൾ ദേ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് അശ്വതി. അപ്പോൾ ദേ 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ അശ്വതീനെ ചിലപ്പോൾ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ വന്ന് ഞങ്ങൾ കുറേ നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ്, ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്താനമാണ് കേട്ടോ. എത്ര നേരം വർത്താനം പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ മുംബൈയിൽ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പുലർച്ചെ വരെയൊക്കെ ഞങ്ങളിരുന്ന് വർത്താനം പറയും. എന്നാലും കഴിയില്ല. എന്തുട്ട് എത്രമാത്രം പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെയാണ് സമയം പോയിട്ടുണ്ടായിരുന്നത്. അവൾ ഏകദേശം ഒരു 5 മണിക്ക് തന്നെയാണ് കേട്ടോ തിരിച്ച് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഞങ്ങളുടെ കാര്യം പറച്ചിലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയും കൂടിയിട്ട് അവളെ ഓട്ടോ കയറ്റാനായിട്ട് ദേ ഞങ്ങളുടെ റോട്ടിൽ വന്ന് നിൽക്കാണ് കേട്ടോ. അപ്പോഴും ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അവൾക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട് കേട്ടോ. ചാവക്കാടാണ് വീട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം 2 മണിക്കൂറൊക്കെ എടുക്കണ കാരണം കൊണ്ട് വേഗം തന്നെ ഒരു 5 മണി ടൈമിൽ തന്നെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ പെട്ടെന്ന് തന്നെ ഓട്ടോയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഓട്ടോയിൽ കയറ്റി വിട്ടു. അവൾ ദേ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവൾ പോണതും നോക്കിയിട്ട് ഞങ്ങൾ നിന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മയും കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.